ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കഥക്കൂട്ട് ടേഴ്സിലേക്ക് സ്വാഗതം. വർണ്ണങ്ങൾ വാരി വിതറി പറന്നു നടക്കുന്ന പൂമ്പാറ്റകളെ കണ്ടിട്ടില്ലേ? എന്ത് രസമാണല്ലേ. നമുക്കിന്നൊരു പൂമ്പാറ്റയുടെ കഥ കേട്ടാലോ? മീനുപൂമ്പാറ്റ പൂന്തേൻ കുടിക്കുകയായിരുന്നു. ആ സമയത്ത് പുറത്ത് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടു. അവൾ പൂവിലിരുന്ന് എത്തി നോക്കി. എല്ലാവരും ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നു. എന്താണാവോ? പൂമ്പാറ്റ പറന്നു വന്നു. ആകാശത്തിന് നീല നിറം, ഇതുവരെ കാണാത്ത നീല നിറം. പെട്ടെന്ന് അനേകം നീല പൂമ്പാറ്റകൾ പറന്നു വന്നു. അവ നൃത്തം ചെയ്യുവാൻ തുടങ്ങി. അത്രയും ഭംഗിയുള്ള പൂമ്പാറ്റകളെ അവൾ കണ്ടിട്ടേയില്ല. അതിമനോഹരമായ നൃത്തം. എല്ലാവരും അവരോടൊപ്പം നൃത്തം ചെയ്യുകയാണ്. മീനുപൂമ്പാറ്റേ, മീനുപൂമ്പാറ്റേ, ആരോ വിളിച്ചു. അവൾ കണ്ണു തുറന്നു. തൻ്റെ കൂട്ടുകാരൻ കുട്ടിക്കുരങ്ങൻ അടുത്തു നിൽക്കുന്നു. അവൾ ചുറ്റും നോക്കി. എല്ലാം പഴയതുപോലെ. ഓ, താൻ സ്വപ്നം കാണുകയായിരുന്നു. മീനുപൂമ്പാറ്റ തന്നെ നോക്കി. കരിയിലയുടെ നിറം. താനെന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? തൻ്റെ കൂട്ടുകാർക്ക് എത്ര നിറങ്ങളാണ്. ദൈവം എന്തിനാണ് തന്നോട് ഇങ്ങനെ കാണിച്ചത്? അവൾ പിറുപിറുത്തു. മീനുപൂമ്പാറ്റെ, നീ എന്താണ് പിറുപിറുക്കുന്നത്? കുട്ടിക്കുരങ്ങൻ ചോദിച്ചു. അതെ കുട്ടിക്കുരങ്ങ, നീ എൻ്റെ ചിറകുകൾ കണ്ടില്ലേ? ഒരു ഭംഗിയുമില്ല. എനിക്ക് നീല നിറമായിരുന്നെങ്കിൽ ഞാൻ എത്ര സുന്ദരിയായിരുന്നു. കുട്ടിക്കുരങ്ങൻ പണ്ട് സർക്കസിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതാണ്. അവൻ പറഞ്ഞു, നിനക്ക് അത്രയ്ക്ക് കൊതിയാണോ നീല നിറമാകാൻ? പിന്നെ തീർച്ചയായും കുട്ടിക്കുരങ്ങ, പൂമ്പാറ്റ പറഞ്ഞു. അതിനൊരു വഴിയുണ്ട്, ഞാൻ ഇപ്പോൾ വരാം. അത് പറഞ്ഞിട്ട് കുട്ടിക്കുരങ്ങൻ ഓടിപ്പോയി. ദാ ഇത് കണ്ടോ, ഇത് നീല നിറമാണ്. നിന്റെ ചിറകുകൾക്ക് ഞാൻ നിറം നൽകാം. പൂമ്പാറ്റ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. നേർത്ത നാരുകൾ ചേർത്ത് കുട്ടിക്കുരങ്ങൻ ഒരു ബ്രഷ് ഉണ്ടാക്കി. അവൻ ചിറകുകൾക്ക് നിറം കൊടുക്കുവാൻ തുടങ്ങി. ശരിക്കും മീനുപൂമ്പാറ്റ ഇപ്പോൾ നീല പൂമ്പാറ്റയായി മാറിയിരിക്കുന്നു. അവൾ തന്നെ നോക്കി. സ്വപ്നത്തിൽ കണ്ട അതേ പൂമ്പാറ്റയെപ്പോലെ തന്നെ താനും. ആ സമയത്താണ് അവളുടെ കൂട്ടുകാർ അവിടെ എത്തിയത്. മീനുപൂമ്പാറ്റയെ കണ്ട അവർ അമ്പരന്നു. നീ ആരാണ്? എവിടെ നിന്ന് വരുന്നു? അവൾക്ക് വലിയ സന്തോഷമായി. തൻ്റെ കൂട്ടുകാർക്ക് തന്നെ മനസ്സിലായിട്ടില്ല. താൻ അതിസുന്ദരിയായിരിക്കുന്നു. ഞാൻ അക്കരെക്കാട്ടിൽ നിന്നും വരികയാണ്, അവൾ പറഞ്ഞു. അവിടെ എല്ലാവരും നിന്നെപ്പോലെയാണോ? കൂട്ടുകാർ ചോദിച്ചു. അല്ല, ഞാൻ മാത്രം. പൂമ്പാറ്റകളുടെ റാണിയാണ് ഞാൻ, അവൾ പറഞ്ഞു. ഓ, റാണിയോ? ഞങ്ങൾ റാണിയെ ആദ്യമായിട്ട് കാണുകയാണ്. കൂട്ടുകാർ അവളെ വണങ്ങി. കുടിക്കുവാൻ കുറച്ച് പൂന്തേൻ കൊണ്ടുവരൂ, അവൾ കൽപ്പിച്ചു. ശരി മഹാറാണി, കൂട്ടുകാർ പറന്നുപോയി. പൂമ്പാറ്റ അതിശയത്തോടെ ഓർത്തു. താൻ സ്വപ്നം കണ്ടതേയുള്ളൂ, അപ്പോഴേക്കും റാണിയായിരിക്കുന്നു. കൂട്ടുകാർ അവൾക്ക് പൂന്തേൻ കൊണ്ടുവന്നു കൊടുത്തു. എല്ലാവരും മഹാറാണിയെ വന്ദിച്ച് സന്തോഷത്തോടെ തിരിച്ചുപോയി. അതിയായ സന്തോഷത്തോടെ അവൾ ആകാശത്തേക്ക് കുതിച്ചു പറന്നു. പെട്ടെന്ന് അവൾക്കെന്തോ ഒരു മാറ്റം. ചിറകുകൾ വലിയുന്നു, കാലുകൾ കുഴയുന്ന പോലെ. എന്താണ് തനിക്ക് പറ്റുന്നത്? അവൾ പേടിച്ചുപോയി. കുട്ടിക്കുരങ്ങ, അവൾ ഉറക്കെ നിലവിളിച്ചു. എന്തു പറ്റി? കുട്ടിക്കുരങ്ങൻ ഓടി വന്നു. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് പറക്കുവാൻ കഴിയുന്നില്ല, ഞാൻ തളർന്നു പോകുന്നു. അവൾ താഴേക്കിരുന്നു. അസഹ്യമായ വേദന, ശരീരം വലിഞ്ഞു മുറുകുന്ന പോലെ. കുട്ടിക്കുരങ്ങൻ വിഷമത്തോടെ പറഞ്ഞു, ആ നിറം കൊടുത്തതാണ് പ്രശ്നമായത്. ഇനി എന്തു ചെയ്യും? തനിക്കൊരിക്കലും പറക്കുവാൻ കഴിയില്ലേ? അവൾ നിലവിളിച്ചു. അവൾ തൻ്റെ പഴയ ചിറകുകളെ ഓർത്തു. എത്ര ശക്തമായിരുന്നു അവ! താൻ എത്ര വേഗത്തിലാണ് പറന്നിരുന്നത്! ഈ കാട്ടിൽ ഏറ്റവും വേഗത്തിൽ പറക്കുന്ന പൂമ്പാറ്റ താനായിരുന്നില്ലേ? കാടായ കാട് മുഴുവൻ പറന്നു നടന്ന് പൂവിൽ നിന്നെല്ലാം തേൻ കുടിച്ച്, ഓ എന്ത് രസമായിരുന്നു! ഇനി ഒരിക്കലും
തനിക്കതിന് കഴിയില്ല. അവൾ കരഞ്ഞു. അവൾ ചിറകുകൾ അനക്കുവാൻ നോക്കി. അസഹ്യമായ വേദന കൊണ്ട് അവൾ നിലവിളിച്ചു. കുട്ടിക്കുരങ്ങൻ വിഷമിച്ചു. താൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. അവൻ ഓടിപ്പോയി ഒരു ഇലക്കുമ്പിളിൽ കുറച്ചു വെള്ളവുമായി വന്നു. മെല്ലെ മെല്ലെ അവൻ കളറിളക്കുവാൻ തുടങ്ങി. അവൾ വേദന കൊണ്ട് നിലവിളിച്ചു. കുട്ടിക്കുരങ്ങൻ കളറെല്ലാം തൂത്തെടുത്തു. അവൾക്ക് അല്പം ആശ്വാസം തോന്നി. കുരങ്ങൻ പറഞ്ഞു, വിഷമിക്കണ്ട, നാളെ നേരം പുലരുമ്പോൾ എല്ലാം ശരിയാകും. അവൾ ദൈവത്തോട് ക്ഷമ ചോദിച്ചു. ആ രാത്രി എങ്ങനെയോ കഴിച്ചുകൂട്ടി. നേരം പുലർന്നു. അവൾ ചിറകുകൾ മെല്ലെ അനക്കി. അനങ്ങുന്നുണ്ട്. അവൾ പറന്നുയർന്നു. വേദനിക്കുന്നില്ല. ദൈവമേ, തനിക്ക് വീണ്ടും പറക്കുവാൻ കഴിഞ്ഞിരിക്കുന്നു. സന്തോഷത്തോടെ അവൾ പൊങ്ങി പറന്നു. അപ്പോഴേക്കും കുട്ടിക്കുരങ്ങൻ അവിടെ എത്തി. അവൾ കുട്ടിക്കുരങ്ങന് ചുറ്റും പറന്നു നടന്നു. ആ സമയത്ത് അവളുടെ കൂട്ടുകാരെല്ലാവരും അങ്ങോട്ട് പറന്നെത്തി. അവർ ചോദിച്ചു, മീനുപൂമ്പാറ്റെ, നീ ഇന്നലെ എവിടെയായിരുന്നു? മീനുപൂമ്പാറ്റ പറഞ്ഞു, ഇന്നലെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. അവളുടെ കൂട്ടുകാർ വിസ്മയത്തോടെ പറഞ്ഞു, നീ അറിഞ്ഞോ, ഇന്നലെ പൂമ്പാറ്റകളുടെ റാണി ഇവിടെ വന്നിരുന്നു. നീല കളറായിരുന്നു അവർക്ക്. നിനക്ക് ഭാഗ്യമില്ലാതായിപ്പോയി. എന്തൊരു ഭംഗിയായിരുന്നു. ഞങ്ങൾക്കും അങ്ങനെ ആകുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, പൂമ്പാറ്റകൾ നിരാശയോടെ പറഞ്ഞു. മരക്കൊമ്പിലിരിക്കുകയായിരുന്ന കുട്ടിക്കുരങ്ങൻ വിളിച്ചു പറഞ്ഞു, ആർക്കാണ് നീല ചിറകുകൾ വേണ്ടത്? നിങ്ങളുടെ ചിറകുകൾക്ക് നിറം പകരുവാൻ എനിക്ക് കഴിയും. അത് കേട്ട കൂട്ടുകാർ അവന്റെ അരികിലേക്ക് പാഞ്ഞു. കുരങ്ങൻ മീനുപൂമ്പാറ്റയുടെ നേരെ നോക്കി കണ്ണിറുക്കി. അത് കണ്ട് പൂമ്പാറ്റ പൊട്ടിച്ചിരിച്ചു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരണം കേട്ടോ. കുട്ടികൾക്ക് എങ്ങനത്തെ കഥകളാണ് ഇഷ്ടം? പറയൂ, നമുക്കെല്ലാം പറയാം. അടുത്ത കഥയുമായി വരുന്നതുവരെ ബൈ.